ശ്രീ മാത്രേ നമഃ. ചില ജാതകത്തിൽ സ്ത്രീ ദോഷം കാണിക്കാറുണ്ട്. അത് പുരുഷൻ്റെ ആവാം സ്ത്രീയുടെ ആവാം, രണ്ടുപേർക്കും വരാം ഈ സ്ത്രീ ദോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുക? നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിന് ശരിയായിട്ടുള്ള പരിഹാരം ചെയ്യുകയും അതോടൊപ്പം തന്നെ ശ്രീ ലളിതാ പരമേശ്വരിയെ, ഭഗവതിയെ ഉപാസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. പൂർവ്വജന്മത്തിൽ ചില സ്ത്രീകളോട് ചെയ്തിട്ടുള്ള അധാർമികമായിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ത്രീ ശാപം കൊണ്ടാണ് ഇങ്ങനെ ഒരു ദോഷം നിങ്ങളുടെ ജാതകത്തിൽ കാണിക്കുന്നുണ്ടാവുക. ഇതിന് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ ദ്രോഹിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ അറിയാതെയോ അറിഞ്ഞോ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് നിങ്ങൾ ഭഗവതിയോട് ക്ഷമാപണം നടത്തി മുന്നോട്ട് പോകണം. ഇങ്ങനെ സ്ത്രീ ദോഷമുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കാണിക്കുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് വിവാഹ തടസ്സം, മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ കിട്ടിയ പങ്കാളിയുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള ബന്ധം കൊണ്ടെത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും ഈ ഒരു സ്ത്രീ ദോഷം കൊണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവുക. ഇപ്പം സ്വന്തം അമ്മയാണെങ്കിൽ കൂടിയും നിങ്ങൾ അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക. അമ്മ നിങ്ങളെ ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സഹോദരിയായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിൽ ശത്രുത വരിക. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ദോഷത്തിന് ഉദാഹരണമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീയെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചതിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരിക. നിങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അത് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ അവർ ശപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് വരിക. അപ്പം അങ്ങനെയും ഈ സ്ത്രീദോഷമുള്ള ആളുകൾക്ക് സംഭവിക്കാം. പിന്നെ ഈ ഒരു സ്ത്രീദോഷം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീദോഷങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ നിങ്ങളാലാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ആര് തന്നെയാണെങ്കിലും നിങ്ങൾ അവരെ മാതൃസ്ഥാനത്ത് കാണുക. ഭഗവതി എന്ന് പറഞ്ഞാൽ ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ ആ ഭഗവതിയുടെ സ്വരൂപമായിട്ട് എല്ലാ സ്ത്രീകളെയും കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ സ്ത്രീ ദോഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. ജാതകത്തിലെ സ്ത്രീ ദോഷം ഇല്ലാണ്ടാക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യത്തേത്, ഭഗവതിയെ ഉപാസിക്കുക. 1008 നാമങ്ങൾ കൊണ്ട് നിത്യവും ഭഗവതിയെ 1000 ദിവസത്തോളം പൂജിച്ച് ഉപാസിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവർക്ക് നിങ്ങളാലാവുന്ന സഹായം ചെയ്തു കൊടുത്ത് അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും. മൂന്നാമത്തെ കാര്യം, സ്ത്രീകളെ ചൂഷണം ചെയ്യാതിരിക്കുക. പല ആളുകളും തങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് അവരിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവരെ ഉപേക്ഷിക്കാനും തയ്യാറാവുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇത്തരത്തിൽ ഫ്ലേർട്ട് ചെയ്യാതിരിക്കുക, മറ്റ് സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരെ നിങ്ങൾ കാരണം അവർക്കൊരു വേദന ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഭാര്യയെയും അതുപോലെ തന്നെ അമ്മയൊക്കെ നിങ്ങൾക്കാവുന്ന രീതിയിൽ സംരക്ഷിക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക. പല വീടുകളിലും പുരുഷന്മാരെ ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യമാരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ചീത്ത പറയുകയും ഒക്കെ ചെയ്ത് അവരെ ദ്രോഹിക്കുന്നത് കാണാം. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് വീണ്ടും ദോഷം ഇരട്ടിക്കുകയാണ് ചെയ്യുക. ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങളെ ഇത് പുറകിലേക്ക് വലിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും അവരോട് രമ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ ഏതൊരു കാര്യം ചെയ്താലും അവരുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവതിയെ ഉപാസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.